രാഹുലിന്റെ പ്രസംഗം വീണ്ടും വിവാദത്തിൽ. ബിജെപിയോടും ആർഎസ്എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും പോരാടുകയാണെന്ന് രാഹുലിന്റെ രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ ബിജെപി രംഗത്ത്. കോൺഗ്രസിന്റെ വൃത്തികെട്ട അജണ്ട രാഹുൽ തന്നെ തുറന്നുകാട്ടിയെന്ന് ജെ.പി. നദ്ദ. വിഘടനവാദികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും വിമർശനം. ഉത്തരവാദിത്വമില്ലാത്ത നേതാവാണ് രാഹുൽ എന്ന് ബിജെപി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്താണ് രാഹുൽ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന രാജ്യവിരുദ്ധ പ്രസംഗം? ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് രാഹുൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് നിലവിൽ കോൺഗ്രസിനും ബിജെപിക്കും ആർഎസ്എസിനും എതിരെ മാത്രമല്ല ഇന്ത്യൻ സ്റ്റേറ്റ്സിനോടും, അതായത് ഭരണകൂടത്തോടും ഈ രാജ്യത്തോടും കൂടി പോരാടേണ്ട അവസ്ഥയാണ് എന്ന പ്രതികരണമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. മുൻപ് നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, രാജ്യവിരുദ്ധ പ്രതികരണങ്ങൾ ബിജെപി, ആർഎസ്എസ് തുടങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ഭരണകൂടത്തെയും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മുൻപും രാഹുൽ നടത്തിയിരുന്നു. അതിന് സമാനമായി രാജ്യത്തിന്റെ ഭരണകൂടത്തോടും പോരാടുകയാണ് എന്ന പ്രതികരണമാണ് ഇന്ന് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനത്ത് ആദ്യമായി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ രാഹുൽ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഇതിനോടകം തന്നെ ബിജെപി ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായ എതിർപ്പുകളോടപ്പുറത്തേക്ക് രാജ്യത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടം എന്ന് രാഹുൽ തന്നെ തുറന്നു കാട്ടി എന്നുള്ളതാണ് ജെ.പി. നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ബിജെപിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ.പി. നദ്ദ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ വൃത്തികെട്ട അജണ്ട രാഹുൽ തന്നെ തുറന്നു കാട്ടി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ത്യയെ അപമാനിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന വിഘടനവാദികൾക്കൊപ്പമാണ് കോൺഗ്രസ് എപ്പോഴും നിന്നിട്ടുള്ളത്. കൂടാതെ ബിജെപിക്കെതിരെ രാജ്യത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടം എന്ന് രാഹുൽ തന്നെ തുറന്നു പറഞ്ഞു എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒരു പടി കൂടി കടന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചത് രാഹുലിന്റെ മനോനില പരിശോധിക്കണം, ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മനോനില രാഹുൽ പരിശോധിക്കണം എന്ന പ്രതികരണമാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയിട്ടുള്ളത്. ബിജെപിയുടെ ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് യാതൊരു തരത്തിലും ഉത്തരവാദിത്വമില്ലാത്ത നേതാവാണ് രാഹുൽ എന്നും ഇന്ത്യ വിരുദ്ധൊപ്പമാണ് എന്നും രാഹുലും കോൺഗ്രസും നിന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട്, ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഉയർന്നു. നേരത്തെ നമുക്കറിയാം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം തകർന്നു എന്ന പ്രതികരണം നടത്തിയിട്ടുണ്ട് രാഹുൽ. ഒപ്പം എപ്പോഴെല്ലാം വിദേശ വേദികളിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴും ഭാരതത്തെ അപമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയെ അപമാനിച്ചുകൊണ്ട് രാഹുൽ സംസാരിക്കാറുണ്ട്. ഇന്ന് സ്വന്തം പാർട്ടി ഓഫീസിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് മാത്രമല്ല രാജ്യത്തിന്റെ ഭരണകൂടത്തോടും പോരാടുകയാണ് എന്ന പ്രതികരണം രാഹുൽ നടത്തിയത്. നിലിമ, രാഹുൽ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. രാഹുലിന്റെ പ്രസംഗം വീണ്ടും വിവാദത്തിലായിരിക്കുന്നു. ബിജെപിയോടും ആർഎസ്എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും പോരാടുകയാണെന്നാണ് രാഹുൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്.